ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം സുഗമമാക്കുന്നതിന് സർക്കാർ തലത്തിൽ വിപുല സംവിധാനങ്ങൾ ഉറപ്പാക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പന്തളം ഇടത്താവള വികസനം, വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നതിന് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ചേർന്ന ആലോചനാ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെയും ഇടത്താവളത്തിലെയും തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങും. 3 മാസത്തിനുള്ളിൽ തുടങ്ങുന്ന തീർത്ഥാടന കാലത്തിനായുള്ള പ്രവൃത്തികൾ നേരത്തെ ആരംഭിക്കുന്നതിലൂടെ സമയബന്ധിതമായി പൂർത്തിയാക്കാനുമാകും. ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിനും പോലീസ് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. തീർത്ഥാടകർക്ക് പന്തളം ഇടത്താവളത്തിൽ താമസിക്കുന്നതിന് ക്രമീകരണങ്ങൾ ഉറപ്പാക്കും. വാഹന പാർക്കിംഗ് സുഗമമാക്കുന്നതിനും നടപടി സ്വീകരിക്കും. ശൗചാലയ സംവിധാനം വൃത്തിപൂർവവും പ്രകൃതി സൗഹൃദമായും നിർമ്മിക്കും. അച്ചൻകോവിലാറിന്റെ തീരത്ത് വേലികെട്ടി അപകട സ്ഥലങ്ങളിൽ ഇറങ്ങുന്നതിനെതിരെ സുരക്ഷയൊരുക്കും. അലോപ്പതി, ആയുർവേദ, ഹോമിയോ വകുപ്പുകളുടെ സേവനമുണ്ടാകും. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ലീഗൽ, മെട്രോളജി സ്ക്വാഡുകൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തും. വിവിധ ഭാഷകളിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ഏറ്റവും സുഗമമായി അയ്യപ്പ ഭക്തന്മാർക്ക് വന്നു പോകാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം ഒരു നല്ല സഹകരണവും കോർഡിനേഷനും അക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് എനിക്ക് ചുരുക്കി നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ബാക്കി നമുക്ക് അതിൻ്റെ ഓരോന്നിടത്ത് ഓരോ വകുപ്പും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് എന്തെല്ലാം ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് വളരെ പരിശോധന നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കുറേയേറെ കാര്യങ്ങളിൽ ഏറ്റവും നല്ലതുപോലെ പ്രവർത്തിക്കുന്ന കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരാണ്, പോലീസാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോ വകുപ്പിനെ സംബന്ധിച്ചും നമുക്ക് അതിൻ്റെ ഇടത്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആരോഗ്യമെന്ന് മാത്രം സൂചിപ്പിച്ചു. ഇത്തവണ ഈ ഇടത്താവള വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആലോചിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത യോഗം നിങ്ങളുടെ അനുമതിയുടെ ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ച അവസാനം. പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താനായി ഉദ്യോഗസ്ഥരുടെ യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ശേഷം സെപ്റ്റംബർ 27-ന് പന്തളത്ത് വീണ്ടും ഡെപ്യൂട്ടി സ്പീക്കറുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിൽ നമ്മൾ എല്ലാ മാസവും ഒരു റിവ്യൂ മീറ്റിംഗ് എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൂടി ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പന്തളത്ത് ഇങ്ങനെ മീറ്റിംഗ് വിളിച്ചതുകൊണ്ട് തന്നെ ഇനിയും സമയം നമുക്ക് 2 മാസം മുന്നോട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഭൂരിഭാഗം പ്രശ്നങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി S സുജിത് ദാസ്, ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് A അജികുമാർ, K സുന്ദരേശൻ, നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷ്, ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ N ശ്രീധര ശർമ്മ, ദേവസ്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S വിജയമോഹൻ, അടൂർ RDO B രാധാകൃഷ്ണൻ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S സുനിൽകുമാർ, കൊട്ടാരം നിർവാഹക സമിതി അംഗങ്ങൾ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പന്തളം.